ഇന്ത്യക്ക് എത്രയെല്ലാം ശക്തിയുണ്ടെങ്കിലും നമുക്കിന്നും ഒരു ടു ഫ്രണ്ട് വാർ ഒന്നും നേരിടാനുള്ള കഴിവായിട്ടില്ല. പാകിസ്ഥാനും ചൈനയും തമ്മിൽ ഈ ഒരു നെക്സസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള നയതന്ത്ര ശ്രമങ്ങളാണ് നടത്തേണ്ടത്. നെഹ്റു പാകിസ്ഥാനുമായി സമാധാനപരമായ ഒരു പരിഹാരം കണ്ടെത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് UN കൊണ്ടുപോയത്. പ്രൈം മിനിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയിയുടെ സമയത്ത് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചത് നമ്മൾ ഇൻസാനിയത്തിൻ്റെ ബേസിസിലായിരിക്കണം കശ്മീർ ഇഷ്യൂവിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഡോക്ടർ മൻമോഹൻ സിംഗ് പരസ്യമായി പ്രഖ്യാപിച്ചത് ലെറ്റ് us render the borders irrelevant. പാകിസ്ഥാൻ ഓക്യുപൈഡ് കശ്മീർ നമ്മൾ തിരിച്ചു പിടിക്കുമോ അല്ല ഇന്ത്യൻ കശ്മീർ അവർ പിടിച്ചെടുക്കുമോ എന്നുള്ളതല്ല വിഷയം. ചൈനയുടെ ഒരു ശക്തി പാകിസ്ഥാൻ്റെ പിന്നിലുണ്ടെങ്കിൽ പാകിസ്ഥാന് നിലനിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ചൈനയുടെ മിലിറ്ററിയെ നമ്മുടെ ബോർഡറിലേക്ക് നീക്കിയാൽ മാത്രം മതി. അവർ വേറെ ഒന്നും ചെയ്യണ്ട. ചൈനയുടെ ആണവായുധങ്ങൾ ഡൽഹിയെ ടാർഗറ്റ് ചെയ്യുന്നു, കൽക്കട്ടയെ ടാർഗറ്റ് ചെയ്യുന്നു, ബോംബെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ന്യൂസ് മീഡിയയ്ക്ക് ലീക്ക് ചെയ്താൽ മതി. ഉടനെ ഇന്ത്യക്കുള്ളിൽ പാനിക് ഉണ്ടാവും, ലോക ക്യാപിറ്റൽസിൽ പാനിക് ഉണ്ടാവും. ചൈനയുടെ നമ്പർ 1 പ്രയോറിറ്റി ഇന്ത്യയെ തരം താഴ്ത്തുകയാണ് എന്ന് നമ്മൾ ചിന്തിക്കരുത്. അതൊരു തെറ്റായ ചിന്തയായിരിക്കും. എപ്പോഴും ഈ കാശ്മീർ സംഘർഷം വരുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യ പാക് അതിർത്തിയിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെടുമ്പോൾ എപ്പോഴും പഴിചേരുന്നത് BJP പഴിചേരുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനെയാണ്. അദ്ദേഹം ഈ കശ്മീർ വിഷയം UN എത്തിച്ചതുകൊണ്ടാണ് ഈ സംഘർഷമെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നതെന്നും പട്ടേലായിരുന്നെങ്കിൽ മാറിമറിഞ്ഞേനെ എന്നുള്ളൊരു വാദമുണ്ടല്ലോ. സാർ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? കാരണം നെഹ്റുവിന് ശേഷം മോദി വരെയുള്ള പ്രധാനമന്ത്രിമാരുടെ ഒരു നിര തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പ്രശ്നം ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു പതിറ്റാണ്ടുകൾക്ക് ശേഷവും. ഇതിനെങ്ങനെയാണ് ഒരു ശാശ്വതമായ പരിഹാരത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക? നെഹ്റുവിനെതിരെ ഉയർന്നിട്ടുള്ള നീണ്ട കാലത്തെ ഒരു വിമർശനമാണ് അദ്ദേഹം എന്തുകൊണ്ട് UN ഈ വിഷയം കൊണ്ടുപോയി എന്നുള്ളത്. നമ്മൾ ഓർക്കണം, 1948 എന്ന് പറയുന്നത് ഇന്ത്യ സ്വതന്ത്രമായ 1 വർഷം കഴിഞ്ഞിട്ട് ആണ് ആ യുദ്ധം പുറപ്പെട്ടത്, കശ്മീർ പ്രശ്നം ഉണ്ടാകുന്നത്. അന്നത്തെ കാലത്ത് നെഹ്റു ഒരു ഐഡിയലിസ്റ്റ് ആയിരുന്നു. യുണൈറ്റഡ് നേഷൻസ് 1945 സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളൂ. 2ാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതികളെ കണ്ടിട്ട് ലോകരാജ്യങ്ങളെല്ലാം കൂടെ ഒറ്റക്കെട്ടായി വന്ന് ഇനി നമുക്കൊരു ലോക മഹായുദ്ധം ഉണ്ടാകരുത് എന്ന ആശയത്തോടുകൂടി സ്ഥാപിച്ച ഒരു ഓർഗനൈസേഷനാണ് UN. ഇന്ത്യ അതിൻ്റെ ഒരു ഫൗണ്ടർ മെമ്പറായിരുന്നു. അപ്പോൾ നെഹ്റു നല്ല ഉദ്ദേശങ്ങളോടുകൂടിയാണ് ഇതിന് നമുക്ക് പാകിസ്ഥാനുമായി സമാധാനപരമായ ഒരു പരിഹാരം കണ്ടെത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് UN കൊണ്ടുപോയത്. അത് തെറ്റായിരിക്കാം ഇന്നത്തെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ചരിത്രം എടുത്ത് നമ്മൾ അത് വിശകലനം ചെയ്യുമ്പോൾ. എന്നാൽ കശ്മീർ പ്രശ്നം ഇന്ന് നിലനിൽക്കുന്ന UN കാരണമല്ലല്ലോ. ഇന്ത്യ UN പാടെ ഇഗ്നോർ ചെയ്യുകയാണ്. UN ഒബ്സർവേഴ്സിന് പാകിസ്ഥാൻ്റെ സൈഡിൽ UN ഒബ്സർവേഴ്സ് ഉണ്ട്. ഇന്ത്യ അവരെ ഇന്ത്യയിലേക്ക് വരാൻ പോലും അനുവദിക്കുന്നില്ല. അതിനുശേഷം പാകിസ്ഥാനുമായി യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്, സിംല കരാർ ഉണ്ടായിട്ടുണ്ട്. പല ഗവൺമെൻറ്റുകൾ BJP ഗവൺമെൻറ് ഉൾപ്പെടെ ഭരണത്തിൽ വന്നിട്ടുണ്ട്. എന്നിട്ടൊന്നും നമുക്ക് കശ്മീർ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ലല്ലോ. കശ്മീർ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കാത്തതിന് 2 പ്രധാന കാരണങ്ങളുണ്ട്. ഒന്ന്, പാകിസ്ഥാൻ ഇത് അവരുടെ ഏറ്റവും കോർ ഇഷ്യൂ, ഫണ്ടമെൻ്റൽ ഇഷ്യൂ ആയിട്ടാണ് കാണുന്നത്. അവർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ സമയത്തിൽ നിന്നും ഇന്നേ വരെ ലഭിക്കാത്ത ഒരു ന്യായമാണ് കശ്മീർ എന്നാണ് അവർ കാണുന്നത്. കശ്മീർ അവരുടെ ഭാഗമാകണം, അല്ലെങ്കിൽ കശ്മീർ ഒരു സ്വതന്ത്ര രാജ്യമാകണം. ഇത് രണ്ടുമില്ലെങ്കിൽ കശ്മീർ ജനതയ്ക്ക് അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം ഉണ്ടാകണം എന്നാണ് പാകിസ്ഥാൻ്റെ അഭിപ്രായം. പക്ഷേ അതിനേക്കാൾ കൂടുതൽ കശ്മീരിലെ ജനതയുടെ അഭിപ്രായങ്ങളും ഇതിൽ വളരെ പ്രധാനമാണ്. കശ്മീർ ഈ അടുത്ത കാലത്ത് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഒരു പ്രസ്താവനയിൽ പറയുകയുണ്ടായി, പാകിസ്ഥാൻ ടെററിസം ഇന്ത്യക്കെതിരെ അഴിച്ചുവിടുന്നു, എന്നിട്ട് ഇത്രയും കാലം ടെററിസം ഉണ്ടായിട്ടും 1 ഇഞ്ച് ലാൻഡ് അവർക്ക് എക്സ്ട്രാ തിരിച്ചു പിടിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഈ ടെററിസം കൊണ്ട് എന്ത് നേടി? ടെററിസം കശ്മീർ പ്രശ്നത്തിനൊരു പരിഹാരമല്ല എന്ന് അദ്ദേഹം ഒരു ടെലിവിഷൻ ഇന്റർവ്യൂ പറയുകയുണ്ടായി. കശ്മീരിലെ ഭൂരിഭാഗം പൊളിറ്റിക്കൽ പാർട്ടീസ് എടുത്തു നോക്കിയാൽ അവർക്കെല്ലാം കശ്മീർ വിഷയം എങ്ങനെ പരിഹരിക്കണം എന്നതിനെക്കുറിച്ച് അഭിപ്രായമുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് കശ്മീരിലെ ജനങ്ങളുമായി ചർച്ച ചെയ്ത് അവരുടെ സമ്മതത്തോടു കൂടി ഉള്ള ഒരു പരിഹാര മാർഗമായിരിക്കണം നമ്മൾ കണ്ടെത്തേണ്ടത്. അതിലേക്കാണ്
നമ്മൾ നീങ്ങേണ്ടത്. ഇതിന് പല ഘട്ടങ്ങളിൽ പല ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. പ്രൈം മിനിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയിയുടെ സമയത്ത് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചത് നമ്മൾ ഇൻസാനിയത്തിൻ്റെ ബേസിസിലായിരിക്കണം കശ്മീർ ഇഷ്യൂവിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഇൻസാനിയത്ത് എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റി. നമ്മളിതൊരു പൊളിറ്റിക്കൽ പ്രോബ്ലം ആയിട്ടല്ലാതെ, ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ അല്ലാതെ, ഇതൊരു ബോർഡേഴ്സ് വരയ്ക്കുന്ന ഇഷ്യൂ അല്ലാതെ, മനുഷ്യത്വം, കശ്മീരിലെ ഇപ്പുറത്തുള്ള ജനങ്ങളും അപ്പുറത്തുള്ള ജനങ്ങൾക്കും അവരുടെ മാനുഷിക ആവശ്യങ്ങൾ എന്താണ്, അവരുടെ മാനുഷിക പ്രയോറിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പരിഹാരം കണ്ടെത്തണമെന്ന് അടൽ ബിഹാരി വാജ്പേയിനെ പരസ്യമായി സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് രഹസ്യ ചർച്ചകൾ നടന്നിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി. അതുപോലെ തന്നെ ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹവും അന്നത്തെ പ്രസിഡന്റ് പർവേസ് മുഷറഫും തമ്മിൽ അവരുടെ തീരുമാനത്തോടുകൂടി രഹസ്യ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇതിനെങ്ങനെ ഒരു ശാശ്വത പരിഹാരം നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളത്. അതിൽ നിന്നും ഉടലെടുത്തത് ഡോക്ടർ മൻമോഹൻ സിംഗ് പരസ്യമായി പ്രഖ്യാപിച്ചത് ലെറ്റസ് റെൻഡർ ദ ബോർഡേഴ്സ് ഇറലെവൻറ്റ് എന്നുള്ളതാണ്. ബോർഡർ എവിടെയാണ്, കശ്മീർ പാകിസ്ഥാൻ്റെ ഭാഗമാണോ ഇന്ത്യയുടെ ഭാഗമാണോ ഇൻഡിപെൻഡൻ്റ് ആണോ എന്നുള്ളതല്ല. പാകിസ്ഥാൻ ഓക്യുപൈഡ് കശ്മീർ നമ്മൾ തിരിച്ചു പിടിക്കുമോ അല്ല ഇന്ത്യൻ കശ്മീർ അവർ പിടിച്ചെടുക്കുമോ എന്നുള്ളതല്ല വിഷയം. നമുക്ക് ഈ ബോർഡർ ഇറലവൻ്റ് ആക്കാം. ഇന്നത്തെ യൂറോപ്യൻ യൂണിയൻ നോക്കുക, അവിടെ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്ത് പോകുമ്പോൾ ആരെങ്കിലും ആ ബോർഡർ കാണുന്നുണ്ടോ? ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് അന്യോന്യം സന്ദർശിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുക, ട്രേഡ് ഫ്രീ ആയിട്ട് വിന്യസിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നൽകുക, നമ്മുടെ റിലീജിയസ് പിൽഗ്രിമേജ് സൈറ്റ്സ് അപ്പുറത്തുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോകാനുള്ള അവസരം ഉണ്ടാകുക, അവർക്ക് ഇപ്പുറത്ത് വരാനുള്ള ഒരു അവസരം ഉണ്ടാകുക, സമാധാനം ഉണ്ടാകുക, സുരക്ഷ ഉണ്ടാകുക. ഇതൊക്കെയാണ് പ്രയോറിറ്റീസ്. ഏത് സംസ്ഥാനം അല്ലെങ്കിൽ ഏത് ലാൻഡ്, ഏത് ടെറിട്ടറി ആരുടെ ഭാഗമാണ് എന്നുള്ളതല്ല ഈ 2025 ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ. അവിടുത്തെ ജനങ്ങൾക്ക് എങ്ങനെ സ്വതന്ത്രമായി സുരക്ഷയോടുകൂടി അവരുടെ ജീവിതങ്ങൾ നയിക്കുവാൻ സാധിക്കും, അവർക്ക് എങ്ങനെ നമുക്ക് ബേസിക് നെസസിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും, വിഘടിക്കപ്പെട്ടിട്ടുള്ള കുടുംബങ്ങളാണെങ്കിൽ അവർക്ക് എങ്ങനെ അന്യോന്യം കാണുവാൻ സാധിക്കും, സമ്പർക്കം പുലർത്താൻ സാധിക്കും, ഇതിനൊക്കെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ വിഷയങ്ങൾ നന്നായി പഠിക്കുകയും അറിയുകയും ഈ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആൾക്കാർക്കെല്ലാം അറിയാം ഇതൊരു മാർഗമേ ഉള്ളൂ. ഇന്നും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും ഇന്ത്യക്ക് രഹസ്യമായി പാകിസ്ഥാനുമായി ബന്ധങ്ങൾ ഉണ്ടാകണം എന്നതാണ് എൻ്റെ അഭിപ്രായം. ബിക്കോസ് പല കാര്യങ്ങളും നമ്മൾ പരസ്യമായി പറഞ്ഞാൽ വൺസ് അഗെയിൻ ഈ വാർ ഹിസ്റ്റീരിയ പോലെ അല്ലെങ്കിൽ വിക്രം മിശ്രയ്ക്ക് നേരിട്ട ആക്രമണങ്ങൾ പോലെ സോഷ്യൽ മീഡിയയിൽ അപ്രോർ ഉണ്ടാവും. എല്ലാവരും ഇപ്പോൾ യുദ്ധം ചെയ്യാൻ പോകണം, എന്തിന് നിങ്ങൾ പാകിസ്ഥാനായി ചർച്ച ചെയ്യുന്നു എന്ന് ചോദിച്ചെന്ന് വരാം. പക്ഷെ ചർച്ചകൾ നടന്നാലേ നമുക്കൊരു തീരുമാനം എത്തുകയുള്ളൂ, ഒരു പരിഹാരം എത്തുകയുള്ളൂ. യുദ്ധം ഒരു സൊല്യൂഷൻ അല്ല എന്ന ആ മുൻ കരസേനാ മേധാവി പറഞ്ഞ യാഥാർത്ഥ്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഗവൺമെൻറ്റിലെ ഉന്നത തലങ്ങളുള്ള ആൾക്കാർക്ക് അറിയാം. അതുകൊണ്ടാണ് ഈ യുദ്ധവിരാമം ഉണ്ടായത്, അതുകൊണ്ടാണ് അവർ ഈ യുദ്ധവിരാമം സ്വീകരിച്ചത്. ഇനിയും നമ്മൾ തുടർന്നും പ്രവർത്തിക്കേണ്ടത് ശക്തമായ സെക്യൂരിറ്റി മെഷേഴ്സ് ഉണ്ടാവണം, ശക്തമായ ആർമിയും ഡിഫൻസും എല്ലാം നമുക്കുണ്ടാകണം. വേറെ ഒരു സാഹചര്യവുമില്ല, തിരിച്ചടിച്ചേ പറ്റുള്ളൂ എന്നൊരു സാഹചര്യം വേണ്ടി വന്നാൽ തിരിച്ചെടുക്കുകയും ചെയ്യണം. പക്ഷെ ആ നീണ്ട കാലത്തിൽ ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. ആ പരിഹാരം ചർച്ചകളിലൂടെ മാത്രമേ ഉണ്ടാകുള്ളൂ. മാത്രമല്ല, ടെററിസം തടയണമെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും നമുക്ക് ചെയ്യേണ്ടതുണ്ട്. സർ, ഈ പാകിസ്ഥാൻ സീസ് ഫയർ വന്നതിന് പ്രഖ്യാപനത്തിന് ശേഷം നമ്മൾ കണ്ട മറ്റൊരു കാര്യം, ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനത്ത് അരുണാചൽ പ്രദേശിലെ ചില ഗ്രാമങ്ങൾക്ക് ചൈന പുതിയ പേരുകൾ നൽകുന്നു എന്നൊരു റിപ്പോർട്ടുണ്ടായിരുന്നു ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതാദ്യമായിട്ടല്ല അരുണാചലിലെ ചില ജില്ലകൾക്ക് ചൈന ഒരു പുതിയ പേരുകൾ നിർദ്ദേശിക്കുന്നത്. അവരവിടെ ഇന്ത്യയെ അസ്ഥിരമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. അപ്പോൾ അതുപോലെ പാകിസ്ഥാൻ, ഇത്രത്തോളം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാന് ഒരു സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ആയുധങ്ങൾ നൽകുന്നത്, അവർ തമ്മിലുള്ള ഒരു പ്രതിരോധ പങ്കാളിത്തം ഉണ്ടല്ലോ, പാകിസ്ഥാൻ ആയുധങ്ങൾ വരുന്നത് ചൈനയിൽ നിന്നാണ്. സ്വാഭാവികമായിട്ടും ഈ പാക് ചൈന നെക്സസ് ഇന്ത്യയെ എത്രത്തോളം അസ്ഥിരപ്പെടുത്തുന്നുണ്ട്? ഒരു പാക് ചൈന നെക്സസ് തീർച്ചയായും ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുന്നുണ്ട്. ഈ യുദ്ധത്തിൽ ആയുധങ്ങൾ നൽകി എന്ന് മാത്രമല്ല, ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിലും മറ്റ് പല ടെക്നിക്കൽ
മീൻസ് ഉപയോഗിച്ച് ചൈന പാകിസ്ഥാനെ സഹായിച്ചിട്ടുണ്ട് എന്ന ആരോപണങ്ങളുണ്ട്. ചൈന അത് സമ്മതിച്ചിട്ടില്ല. പക്ഷേ അത് നമ്മൾ കൂടുതൽ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് ഇന്ത്യ പലപ്പോഴും ഇന്ത്യയിലുള്ള ആൾക്കാർ പാകിസ്ഥാനെ വീക്ഷിക്കുമ്പോൾ ചെറിയ രാജ്യമാണ്, സാമ്പത്തിക അസ്ഥിരതയുണ്ട്, ബലൂചിസ്ഥാനി പ്രശ്നങ്ങളുണ്ട്, ആർമി ഏത് സമയത്തും തകരാം, അല്ലെങ്കിൽ പാകിസ്ഥാൻ തന്നെ വിഘടിച്ച് പല ഭാഗങ്ങളാകാം എന്നെല്ലാം ഇന്ത്യയിൽ ആൾക്കാർ വാദിക്കുമ്പോൾ അവർ കാണാത്ത ഒരു കാര്യം, ചൈനയുടെ ഒരു ശക്തി പാകിസ്ഥാൻ്റെ പിന്നിലുണ്ടെങ്കിൽ പാകിസ്ഥാന് നിലനിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ചൈന തന്നെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്, വി സ്ട്രോങ്ലി സ്റ്റാൻഡ് ബൈ ദ സെക്യൂരിറ്റി ആൻഡ് സോവറിനിറ്റി ഓഫ് പാകിസ്ഥാൻ. അപ്പോൾ അതിൻ്റെ അർത്ഥമുണ്ട്, അവർ പരസ്യമായി പ്രഖ്യാപിക്കുന്നതാണ്. ഈ അടുത്ത കാലത്ത് പാകിസ്ഥാൻ ഫോറിൻ മിനിസ്റ്റർ ചൈന സന്ദർശിച്ച ശേഷം, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രഖ്യാപിച്ച ഒരു കാര്യമാണ്. ബട്ട് വി സ്റ്റാൻഡ് ബൈ പാകിസ്ഥാൻ സെക്യൂരിറ്റി ആൻഡ് സോവറിനിറ്റി എന്ന് പറയുമ്പോൾ ചൈന പാകിസ്ഥാനെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമത്തിനോട് കൂട്ടു നിൽക്കില്ല. പാകിസ്ഥാൻ്റെ സെക്യൂരിറ്റി പാടെ ഇല്ലാതാക്കുന്ന ഒരു ശ്രമത്തിനോട് കൂട്ടു നിൽക്കില്ല. പാകിസ്ഥാൻ്റെ സോവറിനിറ്റി, അവരുടെ ആ ഒരു സ്വന്തം അധികാരങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു കാര്യത്തിനോട് അവർ കൂട്ടു നിൽക്കില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പരസ്യമായി അവർ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യും എന്നല്ല, എന്നാൽ രഹസ്യമായി അവർ പാകിസ്ഥാന് പല പിന്തുണയും കൊടുത്തു എന്ന് വരും. മാത്രമല്ല പാകിസ്ഥാനെ തകരാൻ അവർ അനുവദിക്കില്ല എന്നുള്ള ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇനി പരസ്യമായി ചൈനയും പാകിസ്ഥാനും രണ്ടും ഇന്ത്യക്കെതിരെ സൈനിക നീക്കങ്ങൾ നടത്തിയാൽ തീർച്ചയായും അത് ഇന്ത്യക്ക് വലിയൊരു പ്രശ്നമാണ്. ചൈന എന്ന് പറയുന്നത് ഇന്ന് ലോകത്തെ രണ്ടാമത് വലിയ സാമ്പത്തിക ശക്തിയാണ്, ഏറ്റവും വലിയ സൈന്യമുള്ള രാജ്യമാണ്, ടെക്നോളജിക്കലി സൈന്യത്തിൻ്റെ രംഗത്ത് വളരെയധികം പുരോഗതി കൈവരിച്ചിട്ടുള്ള രാജ്യമാണ്, ആണവായുധങ്ങളുള്ള രാജ്യമാണ്. ചൈനയുടെ മിലിറ്ററിയെ നമ്മുടെ ബോർഡറിലേക്ക് നീക്കിയാൽ മാത്രം മതി, അവർ വേറെ ഒന്നും ചെയ്യേണ്ട, ഒരു ബുള്ളറ്റ് പോലും വെടിവെക്കേണ്ട ആവശ്യമില്ല. വലിയ തോതിൽ സോൾജേഴ്സിനെ ബോർഡറിലേക്ക് കൊണ്ടുവന്നാൽ ഉടനെ നമുക്ക് നമ്മുടെ സോൾജേഴ്സിനെ ഡൈവേർട്ട് ചെയ്യേണ്ടി വരും, നമ്മുടെ ഫോഴ്സസിനെ കൂടി നമുക്ക് ചൈനീസ് ബോർഡറിലേക്ക് അയക്കേണ്ടി വരും. അത് ചെയ്യേണ്ടി വന്നാൽ പാകിസ്ഥാൻ ബോർഡറിനോടുള്ള അറ്റൻഷൻ ഓട്ടോമാറ്റിക്കായിട്ടും കുറയും. ഇതാണ് ടു ഫ്രണ്ട് വാർ എന്ന് പറയുന്നത്. ഇന്ത്യക്ക് എത്രയെല്ലാം ശക്തി ഉണ്ടെങ്കിലും നമുക്ക് ഇന്നും ഒരു ടു ഫ്രണ്ട് വാർ ഒന്നും നേരിടാനുള്ള കഴിവായിട്ടില്ല. അതുകൊണ്ട് വീണ്ടും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? യുദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക, നയതന്ത്ര ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുക. ഇന്ന് ചൈന പാകിസ്ഥാനെ പിന്തുണയാൻ നിൽക്കുകയാണെങ്കിൽ ആ ചൈനയെ നമുക്ക് വീണ്ടും പാകിസ്ഥാനിൽ നിന്നും അകറ്റേണ്ടതുണ്ട്. ആ ചൈനയെ അകറ്റാൻ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്താണ്? അത് നമ്മുടെ സാമ്പത്തിക ശേഷിയാണ്, നമ്മുടെ മാർക്കറ്റാണ്. ചൈനയ്ക്ക് ഇന്നൊരു വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇന്ന് ലോകത്തെ വൻപിച്ച ട്രേഡിംഗ് പവറായി മാറിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഇൻ്റർനാഷണൽ കോൺടാക്ട്സിലൂടെയാണ്. ചൈനയ്ക്ക് അറിയാം ഇന്ത്യൻ മാർക്കറ്റിൽ ഹ്യൂജ് പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളത്. അവർക്ക് അവരുടെ കമ്പനികൾ ഇവിടെ നിക്ഷേപിക്കുകയും ഇവിടെ വളരുകയും ഇന്ത്യയുമായി ട്രേഡിലൂടെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ നമ്മൾ പാകിസ്ഥാനും ചൈനയും തമ്മിൽ ഈ ഒരു നെക്സസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള നയതന്ത്ര ശ്രമങ്ങളാണ് നടത്തേണ്ടത്. അതിനോടൊപ്പം ഇപ്പോൾ അരുണാചലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ആ ഒരു ബോർഡർ ഡിസ്പ്യൂട്ട് ഒരു യാഥാർത്ഥ്യമാണ്. ഇത് നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. 62 ബോർഡർ യുദ്ധം, ചൈന ആ യുദ്ധം വിജയിച്ചെങ്കിലും അതിനൊരു പരിഹാരം കണ്ടെത്തിയില്ല. അതിനുശേഷം പല ഗവൺമെൻറ്റുകളും പലവട്ടം ചർച്ചകൾ നടന്നിട്ടും നമുക്കതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ അരുണാചലിൽ ചൈന അവരുടെ മാപ്പിൽ പേര് മാറ്റി എന്ന് പറഞ്ഞതുകൊണ്ട് അരുണാചൽ എങ്ങും പോകാൻ പോകുന്നില്ല. അരുണാചൽ നമ്മുടെ കൺട്രോളിലാണ്, അത് നമ്മുടെ കൺട്രോളിൽ തന്നെ നിലനിൽക്കും. എന്നാൽ നീണ്ടകാല അടിസ്ഥാനത്തിൽ ഈ പ്രശ്നം തുടർന്നാൽ, ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ വീണ്ടും ഗൽവാൻ പോലുള്ള സംഭവങ്ങൾ ഉണ്ടാവും. വീണ്ടും ചൈന നമുക്കെതിരെ, ഇപ്പോൾ മാപ്പിൻ്റെ പേരല്ലേ മാറ്റിയുള്ളൂ, പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൈന്യങ്ങൾ അവർ ബോർഡറിലേക്ക് വിന്യസിച്ചാൽ നമുക്ക് പാകിസ്ഥാനുമായി എന്തെങ്കിലും ചെയ്യാനായിട്ട് നമ്മൾ കൂടുതൽ മടിക്കും. ചൈനയുടെ ആണവായുധങ്ങൾ ഡൽഹിയെ ടാർഗറ്റ് ചെയ്യുന്നു, കൽക്കട്ടയെ ടാർഗറ്റ് ചെയ്യുന്നു, ബോംബെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ന്യൂസ് മീഡിയയ്ക്ക് ലീക്ക് ചെയ്താൽ മതി, ഉടനെ ഇന്ത്യക്കുള്ളിൽ പാനിക് ഉണ്ടാവും. ലോക
ക്യാപിറ്റൽസിൽ സ്പാനിക് ഉണ്ടാവും. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിന് ഉപദ്രവിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് മാർഗങ്ങളുണ്ട്. അത് യുദ്ധം തന്നെ വേണമെന്നില്ല. അതേസമയം ഉപദ്രവിക്കാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് നയതന്ത്ര പ്രവർത്തനങ്ങളിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ അരുണാചലിൽ മാപ്പിലെ പേര് മാറ്റി എന്നതിനെല്ലാം നമ്മുടെ മറുപടി കൂടുതൽ ഊർജിതമായി ആ ബോർഡർ ഡിസ്പ്യൂട്ട് സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അത് സോൾവ് ചെയ്തില്ലെങ്കിൽ താൽക്കാലികമായി ബോർഡർ മാനേജ്മെൻറ്റിന് വേണ്ട നടപടികളെങ്കിലും നമ്മൾ എടുക്കുക. ഗൽവാനിൽ സംഭവിച്ചത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള രണ്ട് പ്രധാനപ്പെട്ട ബോർഡർ മാനേജ്മെൻറ്റ്, കോൺഫിഡൻസ് ബിൽഡിംഗ് ഓൺ ദ ബോർഡർ, കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സ് ഓൺ ദ ബോർഡർ എന്ന് പറഞ്ഞ് നമ്മൾ എഗ്രി ചെയ്ത കരാറുകൾ രണ്ടും കൊളാപ്സ് ചെയ്തു എന്നുള്ളതാണ്. അല്ലെങ്കിൽ 70കളിൽ നിന്നും 2020 വരെ ഒരു ബുള്ളറ്റ് പോലും ചൈന ബോർഡറിൽ ഫയർ ചെയ്തിട്ടില്ല അന്യോന്യം. നമ്മൾ ഉന്തും തള്ളും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പെട്രോൾസ് അങ്ങോട്ട് പോകുന്നു, അവരുടെ പെട്രോൾസ് ഇങ്ങോട്ട് പോകുന്നു. ചെറിയ രീതിയിലുള്ള ശാരീരിക സംഘട്ടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ നമ്മൾ ഡ്രോൺസിൻ്റെ ഉപയോഗം കണ്ടു, മിസൈൽസിൻ്റെ ഉപയോഗം കണ്ടു. ഇതൊന്നും ചൈന ബോർഡറിൽ ഇതുവരെ നമുക്കുണ്ടായിട്ടില്ല. 62-ന് ശേഷം ഒരു യുദ്ധം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതിന് വലിയ കാര്യമാണ് ഈ ബോർഡർ ഡിസ്പ്യൂട്ട് നിലനിൽക്കുമ്പോൾ. അപ്പോൾ ആ ബോർഡർ ഡിസ്പ്യൂട്ടിന് ഒരു പരിഹാരം കണ്ടെത്തുക, അതിനുവേണ്ടിയുള്ള നയതന്ത്ര പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുക എന്നതാണ്. ചൈനയും പാകിസ്ഥാനും തമ്മിൽ നെക്സസ് ഉണ്ടെന്ന് പറഞ്ഞ് വിലപിക്കുകയല്ല, നേരെ മറിച്ച് അവരെ തമ്മിൽ അകറ്റുകയും ചൈനയെ സാമ്പത്തികമായി ഇന്ത്യയോട് കൂടുതൽ അടുപ്പിക്കുകയുമാണ് ചെയ്യേണ്ടതാണ് ഇന്ത്യക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു മാർഗം. അങ്ങനെയാണെങ്കിൽ ഇപ്പം പാകിസ്ഥാന് മാത്രമല്ലല്ലോ, ബംഗ്ലാദേശിനും മ്യാൻമറിനും എല്ലാം മാലദ്വീപിനും എല്ലാം എനിക്ക് തോന്നുന്നു ബംഗ്ലാദേശിനും മാലദ്വീപിനും ചൈനയുടെ നല്ലൊരു പിന്തുണ നൽകുന്നുണ്ട്. അതുപോലെ പാകിസ്ഥാനിലേക്കുള്ള സാമ്പത്തിക ഇടനാഴി വരുന്നു. അപ്പം ചൈന ഈ പറഞ്ഞ രാജ്യങ്ങൾക്കെല്ലാം ഒരു സാമ്പത്തിക പിന്തുണ നൽകിക്കൊണ്ട് ഒരു ദക്ഷിണേഷ്യയിലെ ഒരു സാമ്പത്തിക ശക്തിയായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ശക്തി സ്ഥാപിക്കാനുള്ളൊരു ശ്രമമാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യയെ ബാധിക്കില്ലേ? ഇവിടെയും ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാർ ചൈനയെക്കുറിച്ച് വളരെ പാരനോയിഡാണ്. അത് ചൈന ഇത് ചെയ്യുന്നു, ചൈന അത് ചെയ്യുന്നു, നമുക്ക് ചുറ്റും വലയം ഉണ്ടാക്കുന്നു, നമ്മളെ കീഴ്പ്പെടുത്താൻ അല്ലെങ്കിൽ നമ്മളെ താഴോട്ട് കൊണ്ടുവരാനായി ചൈന പരമാവധി ശ്രമിക്കുന്നു എന്നെല്ലാം പറയുന്ന ഒരുപാട് പേര് ഇന്ത്യയിലുണ്ട്. ചൈനയുടെ ചില പ്രവർത്തനങ്ങൾ അതിന് വേണ്ട കാരണം ഉണ്ടാക്കി എന്നും നമുക്ക് സമ്മതിക്കാം. പക്ഷെ ബംഗ്ലാദേശ് ഇന്ത്യയെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഇപ്പം അടുത്താണ് ഒരു പ്രസ്താവന നടത്തിയത്. അല്ല, പക്ഷെ അതൊരു പ്രസ്താവനയല്ലേ. അതിൽ നമ്മൾ എന്തിനു ഭയപ്പെടണം? ഇന്ത്യയെ പോലെ ഇത്രയും വലിയൊരു രാജ്യം, ഇത്രയും വലിയൊരു ശക്തി, ഒരു ബംഗ്ലാദേശിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ നമുക്കെതിരെ? അതാണ്, നമ്മൾ ഭയത്തിൽ നിന്നല്ല നമ്മുടെ പോളിസീസ് ഉണ്ടാക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, ഇന്ന് ബീജിങ്ങിൽ നിങ്ങൾ നിന്നുകൊണ്ട് ചൈനയ്ക്ക് വേണ്ടി പോളിസി നിശ്ചയിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളി ആരാണ്? എന്താണ്? ഇന്ത്യയാണോ നിങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളി? അല്ല, ചൈനയ്ക്ക് ഏറ്റവും വലിയ വെല്ലുവിളി അമേരിക്കയാണ്. ചൈന ഇന്ത്യയോട് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യാൻ വേണ്ട ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നത് അമേരിക്കയാണ്. അമേരിക്കയാണ് മിലിറ്ററി രംഗത്താണെങ്കിലും എക്കണോമിക് രംഗത്താണെങ്കിലും ചൈനയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റൈവൽ. ചൈന ഉയർന്നു വരുന്നൊരു ശക്തിയാണ്, അമേരിക്ക എസ്റ്റാബ്ലിഷ് ശക്തിയാണ്. ഒരു എസ്റ്റാബ്ലിഷ് ശക്തിക്കും ഒരു ഉയർന്നു വരുന്ന ശക്തിയെ യോട് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അവരെങ്ങനെ കീഴടക്കി അല്ലെങ്കിൽ അടിച്ചമർത്തി അവർ തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്നും നിലനിർത്താൻ സാധിക്കും എന്നുള്ളതാണ് അമേരിക്കയുടെ ശ്രമങ്ങൾ. അപ്പോൾ ചൈനയുടെ ഫോക്കസ് മുഴുവൻ അമേരിക്കയിലാണ്. ചൈനയ്ക്ക് ഒരു ഹിസ്റ്റോറിക്കലി അൺറിസോൾവ്ഡ് ഇഷ്യൂ എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ, നമ്മുടെ ബോർഡറും ഹിസ്റ്റോറിക്കലി അൺറിസോൾവ്ഡ് ഇഷ്യൂ ആണ്. പക്ഷെ അതിനേക്കാൾ എത്രയോ പ്രധാനമാണ് തായ്വാൻ ഇഷ്യൂ. തായ്വാൻ എന്ന് പറയുന്നത്, തായ്വാനീസ് പോലും പറയുന്നത് ഞങ്ങൾ ചൈനയുടെ ഭാഗമാണെന്നാണ്. എന്നിട്ടും ഒരു സെപ്പറേറ്റ് നേഷനായിട്ട് 1949 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയിൽ അധികാരത്തിൽ വന്നതിൽ നിന്നും ഇന്ന് വരെ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തുടരുവാണ്. അവർക്ക് അവരുടെ എലക്ഷൻസ് ഉണ്ട്, അവർക്ക് അവരുടെ പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ട്. അവരും ഒരു ഇക്കണോമിക് സക്സസ് സ്റ്റോറിയാണ്, ഒരു ഹ്യൂജ് ഇക്കണോമിക് സക്സസ് സ്റ്റോറിയാണ്, ചെറിയൊരു രാജ്യമായിരുന്നിട്ടും. അവർക്കുള്ള ഏറ്റവും വലിയ പിന്തുണ വരുന്നത് അമേരിക്കയിൽ നിന്നുമാണ്. അപ്പോൾ ഈ ഇഷ്യൂസാണ്
ചൈനയ്ക്ക് ഏറ്റവും വലിയ പ്രയോറിറ്റി. ചൈനയെ ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിച്ച് കീഴടക്കി കോളനൈസ് ചെയ്ത് ആ രാജ്യത്തിനുള്ളിൽ ജനസൈഡൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ജപ്പാനാണ്. സാധാരണക്കാരായ ചൈനീസ് ജനതയ്ക്ക് ഇന്ത്യയോടല്ല വെറുപ്പ്. അവരോട് ജാപ്പനീസിനെ കുറിച്ച് ചോദിച്ചാൽ അവർ പറയും എൻ്റെ അച്ഛനമ്മമാർ ജയിലിൽ പോയിട്ടുണ്ട്, എൻ്റെ അച്ഛനമ്മമാർ അവർക്കെതിരെ യുദ്ധം നടത്തിയിട്ടുണ്ട്. ഈ 1962 ഇന്ത്യയുമായി ഉണ്ടായിരുന്ന ഭൂരിഭാഗം ചൈനീസിനും ഒരു വളരെ ഡിസ്റ്റൻ്റ് ആയ സദേൺ ഫ്രോണ്ടിയറിൽ ഉണ്ടായ ചെറിയ ഒരു സംഘർഷം മാത്രമാണ്. അവരുടെ ജനതയെ മുഴുവൻ ബാധിക്കുന്ന ഒരു യുദ്ധമായിട്ട് കണ്ടിട്ടില്ല. നേരെ മറിച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ ചൈനയെ ആക്രമിച്ച് ചൈനയുടെ നോർത്ത് ഈസ്റ്റ് മുഴുവൻ കോൺകർ ചെയ്ത് അവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഒരു പപ്പറ്റ് കിങ്ഡം ഉണ്ടാക്കി വെച്ചത് അവരാരും ഇന്നേവരെ മറന്നിട്ടില്ല. നാൻജിങ് മെസാക്കർ എന്ന് പറഞ്ഞൊരു മെസാക്കർ അന്നത്തെ ജാപ്പനീസ് ആർമി നടത്തിയത് അവരാരും ഇന്നവരെ മറന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ത്യയിൽ നിന്നും ചൈനയെ വീക്ഷിക്കുമ്പോൾ എപ്പോഴും ഭയത്തോടു കൂടിയല്ല വീക്ഷിക്കേണ്ടത്. ചൈനയുടെ നമ്പർ 1 പ്രയോറിറ്റി ഇന്ത്യയെ തരം താഴ്ത്തുകയാണ് എന്ന് നമ്മൾ ചിന്തിക്കരുത്. അതൊരു തെറ്റായ ചിന്തയായിരിക്കും. ചൈന നമ്മുടെ ചുറ്റുപാടിൽ എന്തെങ്കിലും തെറ്റായി ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എതിർക്കണം. നമ്മുടെ അയൽ രാജ്യങ്ങളുമായി നമുക്ക് വേണ്ടത്ര നല്ല ബന്ധങ്ങൾ ഉണ്ടാകണം. ആ ബന്ധങ്ങൾ ഉപയോഗിച്ച് അവരോട് നമുക്ക് പറയുവാൻ സാധിക്കണം, നിങ്ങൾ ചൈനയോട് കൂടെ അല്ല നിൽക്കേണ്ടത്, നിങ്ങളുടെ ഭാവി നമ്മളോടൊപ്പം അടുക്കുന്നതിലാണ് എന്നുള്ളതാണ്. ഇന്നത്തെ സങ്കടകരമായ ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് പാകിസ്ഥാൻ ബന്ധങ്ങൾ മാത്രമല്ല, ഇന്ത്യയുടെ നെയ്ബർഹുഡ് മുഴുവൻ വളരെ ഡിസ്റ്റർബ്ഡ് ആണ്. അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കൻ സൈന്യവും നേറ്റോവും വിഡ്രോ ചെയ്ത ശേഷം താലിബാനാണ് ഭരിക്കുന്നത്. താലിബാൻ ഇപ്പോൾ സ്വയം റിഫോം ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു കാലത്ത് ടെററിസത്തിൻ്റെ ഏറ്റവും വലിയ ഉറവിടം അൽ ഖയ്ദയുടെ ബേസ് അഫ്ഗാനിസ്ഥാനായിരുന്നു. നാളെയും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ബാധിക്കുന്നത് ഇന്ത്യയും ഇന്ത്യയുടെ സുരക്ഷയും ആയിരിക്കും. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങൾ വളരെ മോശമാണ്. ഇന്ത്യ ചൈന ബന്ധങ്ങൾ മോശമായിരുന്നു. ഇപ്പോൾ അല്പം ചെറിയൊരു പുരോഗതി കണ്ടിട്ടുണ്ട്. നേപ്പാളിൽ ക്രോണിക് ഇൻസ്റ്റബിലിറ്റിയാണ്. ഭരണങ്ങൾ മാറി വീണ്ടും അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പലരും ചൈനയുടെയും ഇന്ത്യയുടെയും നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമെന്ന നിലയ്ക്ക് നീണ്ടകാലമായിട്ട് അവരുടെ ഒരു ഫോറിൻ പോളിസി പ്ലേ വൺ എഗെയിൻസ്റ്റ് ഈച്ച് അതർ എന്നുള്ളതാണ്. ഇന്ന് ചൈനയെ സപ്പോർട്ട് ചെയ്യുക, നാളെ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുക, രണ്ടുപേരിൽ നിന്നും പരമാവധി നേട്ടം കൊയ്യുക എന്നുള്ളതാണ്. ബംഗ്ലാദേശിൽ നീണ്ടകാലം നമ്മുടെ ഏറ്റവും അടുത്ത അന്യായ ഷെയ്ഖ് ഹസീന ഒരു പോപ്പുലർ അപ്രൈസിങ്ങിൽ ഭരണം നഷ്ടപ്പെടുകയും പുതിയൊരു ഭരണം വന്നിട്ടുണ്ട്. ആ ഭരണം ഇന്ത്യയോട് ഹോസ്റ്റൈലാണ് എന്നുള്ളതാണ് ജനങ്ങൾ വീക്ഷിക്കുന്നത്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് യൂണിസ് പറഞ്ഞത്, അത് അദ്ദേഹം തന്നെ പറഞ്ഞു ഇത് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തതാണ് എന്നതുകൊണ്ട് ഭയപ്പെടേണ്ടത് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ ബംഗ്ലാദേശ് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കെതിരെ, ഇന്ത്യയുടെ സുരക്ഷയ്ക്കെതിരെ, ബംഗ്ലാദേശിൽ നാളെ ഇന്ത്യ ടാർഗറ്റ് ചെയ്യുന്ന ടെററിസം ഉണ്ടായാൽ തീർച്ചയായും അത് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരെ, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങൾ വീക്കെൻ ചെയ്യാനായിട്ട് എന്തെങ്കിലും നടപടികൾ എടുത്താൽ അത് തീർച്ചയായിട്ടും നെഗറ്റീവാണ്. പക്ഷെ അല്ലെങ്കിൽ അവർക്കൊരു ഡൊമസ്റ്റിക് പൊളിറ്റിക്കൽ പ്രോസസ്സ് ഉണ്ട്. ആ പൊളിറ്റിക്കൽ പ്രോസസ്സ് നമുക്ക് കണ്ടു നിൽക്കാനേ സാധിക്കുള്ളൂ, നമുക്ക് ഇടപെടാൻ സാധിക്കില്ല. എന്തായാലും ബംഗ്ലാദേശുമായിട്ടുള്ള റിലേഷൻ സെൻസിറ്റീവാണ്. മയൻമാറിലെ ഡൊമസ്റ്റിക് സാഹചര്യം വളരെ ഫ്രജൈലാണ്. ആർമിയുടെ കൺട്രോൾ പല ഭാഗങ്ങളിൽ നിന്ന് കുറയുകയും പല എത്നിക് ഫാക്ഷൻസ് മയൻമാറിൻ്റെ പല ഭാഗങ്ങൾ കൺട്രോൾ ചെയ്യുകയാണ്. ശ്രീലങ്കയിൽ ഒരു ഇടതുപക്ഷ സർക്കാരാണ് ഭരണത്തിൽ വന്നിരുന്നത്. നേരത്തെ ഇന്ത്യയെ ഒരുപാട് എതിർത്തിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഭരണത്തിൽ വന്നിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഭരണത്തിൽ വന്ന ശേഷം അവർ നല്ല കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ ഇന്ത്യ ബന്ധങ്ങളെക്കുറിച്ച്. മാൽദീവ്സിലും ഇതുപോലെ ഇന്ത്യയെ എതിർത്തിരുന്ന ഒരു പാർട്ടിയാണ് ഭരണത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഒരു സെൻസിറ്റീവും ഡിഫിക്കൽട്ടും കോംപ്ലക്സുമായ ഒരു സൗത്ത് ഏഷ്യയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അവിടെയും നമ്മൾ ചെയ്യേണ്ടത് ഈ രാജ്യങ്ങളെ ശത്രുക്കളാക്കുക എന്നുള്ളതല്ല. ഇന്ത്യക്ക് ചുറ്റുപാട് മുഴുവൻ ഇന്ത്യക്കെതിരെയാണ് എന്നൊരു സാഹചര്യം ഉണ്ടാക്കിയാൽ നമ്മുടെ സാമ്പത്തിക പുരോഗതി ഉണ്ടാകില്ല. നമ്മുടെ നമ്പർ 1 നാഷണൽ പ്രയോറിറ്റി എന്താണ്?
അത് നമ്മുടെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റാണ്, നമ്മുടെ വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്, ഹെൽത്തും എഡ്യൂക്കേഷനും എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളതാണ്, പോവർട്ടി ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു നാഷണൽ ഗോൾസിൽ നിന്ന് നമുക്ക് വ്യതിചലിക്കാൻ പാടില്ല. ആ നാഷണൽ ഗോൾസിൽ വളരെ ദൃഢമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ വളരെ അൺസ്റ്റേബിളും ഇൻസെക്യൂറുമായിട്ടുള്ള നെയ്ബർഹുഡുമായിട്ടുള്ള റിലേഷൻസ് പരമാവധി ഫോഴ്സ് ഉപയോഗിച്ചല്ല, ഭീഷണിയിലൂടെ അല്ല, നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് അതിനെ ഒന്നുകിൽ ശക്തിപ്പെടുത്താൻ സാധിക്കണം, അല്ലെങ്കിൽ മിനിമം നെഗറ്റീവ് ആകാതെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കണം. അവിടെയും ഞാൻ നേരത്തെ ചൈനയുടെ കാര്യം പറഞ്ഞതുപോലെ ഇന്ത്യക്കുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, ഇന്ത്യക്കുള്ള ഏറ്റവും വലിയൊരു ലീവറേജ് എന്ന് പറയുന്നത് നമ്മുടെ ഇക്കോണമിയാണ്. ഇന്നും ശ്രീലങ്കയുടെ മുൻ പ്രസിഡന്റ് റണിൽ വിക്രമസിംഗെ അദ്ദേഹം ഓടി നടന്ന് നീണ്ട കാലമായി പ്രസംഗിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ശ്രീലങ്കയെ പോലെ ഒരു ചെറിയ ഇക്കോണമിക്ക് ഭാവിയിൽ വളരണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ പോലൊരു വലിയ ഇക്കോണമിയായി പരമാവധി ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, പരമാവധി ബന്ധങ്ങൾ സ്ഥാപിക്കണം. അപ്പോൾ ആ ഒരു ഇക്കണോമിക് ഇൻറ്റഗ്രേഷൻ്റെ മെസ്സേജ് നമുക്ക് നമ്മുടെ നെയ്ബേഴ്സിന് നൽകുകയും ഇന്ത്യ ഇന്ന് നല്ല പുരോഗതി കൈവരിക്കുന്നുണ്ട്, ഭാവിയിലും നമ്മൾ പുരോഗമിക്കുമെന്ന് ഉറച്ച വിശ്വാസം നമുക്കുണ്ട്, നിങ്ങളും ഇതിൻ്റെ പങ്കാകുക, നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക, അല്ലെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തുക, നമ്മൾ തമ്മിൽ ശത്രുതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ സംശയങ്ങളുണ്ടെങ്കിൽ, നമ്മൾ തമ്മിൽ വിഷമങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇരുന്ന് അതിന് പരിഹാരം കണ്ടെത്താം. ഈ ഇന്ത്യൻ എക്കണോമിക് സക്സസ് സ്റ്റോറിയുടെ ഭാഗം നിങ്ങളാകുക, അതിൽ ഞങ്ങൾക്ക് നേട്ടമുണ്ട്, നിങ്ങൾക്കും നേട്ടമുണ്ട്, അതൊരു വിൻ വിൻ സൊല്യൂഷനാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ നീണ്ടകാല ശ്രമങ്ങൾ നടത്തേണ്ടത്. ഇപ്പം അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇന്ത്യ ഒരു നല്ല ബന്ധം സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി അവിടെ പോവുകയും അവിടുത്തെ ആമിർ ഖാൻ മുത്താഖിയുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അഫ്ഗാനിസ്ഥാൻ്റെ വികസനത്തിന് ആവശ്യമായ എല്ലാ പിന്തുണയും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു പ്രസ്താവന ഇറക്കി. ഇത് ശരിക്കും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കാണാനായിട്ട് സാധിക്കുമോ? അഫ്ഗാനിസ്ഥാൻ ഇന്നും ഒരു ട്രാജഡിയാണ്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും പിന്നോക്കം ഉള്ള ഒരു സർക്കാരാണ്. ഇന്നും സ്ത്രീകളെ സ്കൂളിൽ പോകാൻ അനുവദിക്കാത്ത സർക്കാരാണ്. സ്ത്രീകളെല്ലാവരും ബുർഖയിട്ട് നടക്കണം എന്ന് പറയുന്ന സർക്കാരാണ്. ശരിയ ലോ അതിൻ്റെ ഏറ്റവും ഓർത്തഡോക്സ് ഇൻ്റർപ്രിട്ടേഷൻ ഉപയോഗിക്കുന്ന സർക്കാരാണ്. ലോകത്തെ ഒരു രാജ്യവും ഇതുവരെ പരസ്യമായി താലിബാൻ സർക്കാരിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. UN അവർക്ക് സ്ഥാനമില്ല. പല അന്താരാഷ്ട്ര ഏജൻസീസും അവർക്ക് സഹായം നൽകാനായി തയ്യാറാണ്. എന്നാൽ നിങ്ങൾ ഈ സ്ത്രീവിരുദ്ധ നിയമങ്ങളെല്ലാം മാറ്റണം, അല്ലെങ്കിൽ ഒരു കാലത്തും നിങ്ങൾ ഭീകരപ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകില്ല എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല, നടപടികൾ എടുത്ത് ഞങ്ങളെ കാണിച്ചിടണം എന്നെല്ലാം ആവശ്യപ്പെട്ടിട്ടും അവരത് ചെയ്യാൻ തയ്യാറായിട്ടില്ല. അവർക്ക് ഞങ്ങൾക്ക് നിങ്ങളുടെ വിദേശ സഹായം വേണ്ട, ഞങ്ങൾ ഞങ്ങളുടെ പോളിസീസിൽ ഉറച്ചു നിൽക്കും എന്ന് പറയുന്നവരാണ്. അപ്പോൾ ഇന്ത്യയും നമ്മുടെ ഒരു അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമെന്ന നിലയ്ക്ക് നമുക്ക് അവരുമായി എന്തെങ്കിലും ഒരു സമ്പർക്കം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഇന്നും അവിടെ ഒരു അംബാസഡർ ഇല്ല. നമുക്ക് ഒരു ലോ ലെവലിൽ നമ്മുടെ എംബസി സ്റ്റാഫ് വർക്ക് ചെയ്യുന്നേ ഉള്ളൂ. ഫോറിൻ മിനിസ്റ്റർ ഈ അടുത്ത കാലത്ത്, പ്രത്യേകിച്ചും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം, താലിബാനിലെ ഫോറിൻ മിനിസ്റ്ററായിട്ട് ഫോണിൽ സംസാരിക്കുകയും താലിബാനിലെ ഫോറിൻ മിനിസ്റ്റർ പെഹൽഗാം ഇൻസിഡൻറ്റിനെ അപലപിക്കുകയും ചെയ്തതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അത് നമുക്ക് ഓവർ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഒരു താലിബാൻ സർക്കാരുമായി ഇന്ത്യക്ക് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ എന്നും പരിമിതികളുണ്ടാകും. അത് ലോക സമൂഹത്തിനോടൊപ്പമേ നമുക്ക് മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കൂ. താലിബാനിൻ്റെ ഉള്ളിൽ അഫ്ഗാനിസ്ഥാൻ്റെ ഉള്ളിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. ആ മാറ്റങ്ങൾ ഒരു വശത്ത് സ്ത്രീകൾക്കെതിരെയുള്ള നയങ്ങളാണ്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഭീകരപ്രവർത്തനങ്ങൾ തന്നെയാണ്. ഭീകരപ്രവർത്തനങ്ങൾ മാത്രമല്ല, അവിടെ നാർക്കോട്ടിക്സിൻ്റെ കൾട്ടിവേഷനും ഉണ്ട്. അത് നീണ്ടകാലമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. താലിബാൻ സർക്കാർ അതിനെതിരെയാണ് എന്നെല്ലാമാണ് പ്രഖ്യാപിത നയങ്ങൾ. പക്ഷെ എത്രത്തോളം അവർ നടപടികൾ എടുക്കുന്നുണ്ട് ഗ്രൗണ്ടിൽ എന്നുള്ളത് കണ്ടറിയണം. ഇത് വലിയൊരു സോഴ്സ് ഓഫ് റവന്യൂ ആണ്. ചെറിയ തോതിൽ പാകിസ്ഥാനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇങ്ങനെയൊക്കെ ബന്ധങ്ങൾ സ്ഥാപിക്കാം. പക്ഷെ ആ ഒരു ഫോൺ കോളിന് ശേഷം തന്നെ ചൈനയിൽ വെച്ച് അഫ്ഗാനിസ്ഥാൻ്റെയും പാകിസ്ഥാൻ്റെയും ചൈനീസ് ഫോറിൻ മിനിസ്റ്റേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ കുറേയധികം ടെൻഷൻസ് ഉണ്ട്. നേരത്തെ താലിബാൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സ് പാകിസ്ഥാനായിരുന്നു.
താലിബാൻ ഉണ്ടായത് തന്നെ പാകിസ്ഥാനുള്ളിലാണ്. ഒരു സോവിയറ്റ് വിരുദ്ധ ഫോഴ്സായി അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഉണ്ടാക്കിയെടുത്തതാണ് താലിബാൻ. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ പാകിസ്ഥാനുമായി അവരുടെ ബന്ധങ്ങൾ മോശമാണ്. എങ്കിലും ഉടനെ അവരും ഇന്ത്യയും തമ്മിൽ വളരെ അടുത്ത സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാക്കുമെന്ന് നമ്മൾ വിചാരിക്കരുത്, നമ്മൾ പ്രതീക്ഷിക്കരുത്. ഇന്നും ഒരു വളരെ ഡിഫിക്കൾട്ട് ആൻഡ് ഒരു പ്രോബ്ലം കൺട്രി തന്നെയാണ് താലിബാൻ. അവിടെ എന്ത് നീക്കം നടത്തിയാലും അത് അന്താരാഷ്ട്ര സമൂഹം അതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നു, എന്ത് ചിന്തിക്കുന്നു എന്ന് ചെയ്യുന്നതിൻ്റെ ഭാഗമായിരിക്കും. പിന്നെ അനൗദ്യോഗിക അല്ലെങ്കിൽ ഔദ്യോഗികമാണെങ്കിലും അനൗദ്യോഗികമാണെങ്കിലും ചെറിയ തോതിൽ നമുക്കെന്നും കോൺടാക്ട്സ് ഉണ്ടാവും. ആ കോൺടാക്ട്സ് തുടരണം. നേരത്തെ ഈ കർസായി സർക്കാരും ഖനി സർക്കാരും എല്ലാം ഉണ്ടായിരുന്നപ്പോൾ അഫ്ഗാനിസ്ഥാനിൻ്റെ വികസന രംഗത്തെ ഏറ്റവും വലിയൊരു പങ്കാളി ഇന്ത്യയായിരുന്നു. അന്ന് ആ വികസന രംഗത്ത് ഇന്ത്യ അഫ്ഗാനിസ്ഥാന് ഒരുപാട് സംഭാവന ചെയ്തതിൻ്റെ പിന്നിൽ പാകിസ്ഥാൻ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പാകിസ്ഥാനെ നമുക്ക് വാണിജ്യം നടക്കുന്നില്ല, അപ്പോൾ പാകിസ്ഥാനെ ക്രോസ് ചെയ്തുകൊണ്ട് കടൽ മാർഗം ഇറാനിലൂടെ നമുക്ക് അഫ്ഗാനിസ്ഥാനിൽ എങ്ങനെ എത്തുവാൻ സാധിക്കും എന്ന ചിന്തയുണ്ടായിരുന്നു. മാത്രമല്ല അഫ്ഗാനിസ്ഥാൻ ജനതയ്ക്ക് ഇന്ത്യയോടും ഇന്ത്യക്കാരോടും ഒരുപാട് താല്പര്യവും സ്നേഹവും എല്ലാം ഉണ്ടായിരുന്നു. ഈ വികസന പ്രവർത്തനങ്ങളിലൂടെ അഫ്ഗാനിസ്ഥാനെ പാകിസ്ഥാൻ്റെ അപ്പുറത്ത് കിടക്കുന്ന ഒരു രാജ്യത്തെ നമ്മുടെ ഒരു ശക്തിയായ അനുയായിയാക്കി മാറ്റണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ താലിബാൻ സർക്കാരിൻ്റെ കീഴിൽ എന്തെങ്കിലും നമ്മൾ വികസന പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് നൽകുന്നുണ്ടെങ്കിൽ അത് നാമമാത്രമാണ്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന പോലെ ഒരു ലാർജ് സ്കെയിലായിട്ട് ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻസോ ഇൻവെസ്റ്റ്മെൻറ്റ്സോ ഒന്നും നടത്തുവാൻ സാധിക്കില്ല. അങ്ങനെ നടത്തിയാലും അത് വലിയൊരു റിസ്ക്കാണ്. നാളെ താലിബാൻ സർക്കാർ അത് കൈയടക്കുമോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഭീകരപ്രവർത്തനമോ യുദ്ധമോ ഉണ്ടാകുമോ എന്നൊന്നും നമുക്ക് ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ട് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബന്ധങ്ങൾ താലിബാൻ സർക്കാരിൻ്റെ കീഴിൽ എന്നും വളരെ പരിമിതമായിരിക്കും. കൂടുതൽ നമ്മൾ സെക്യൂരിറ്റിയുടെ ദൃഷ്ടിയിൽ നിന്നും നമുക്കൊരു ത്രെറ്റാകരുത്, അവർ പാകിസ്ഥാനൊരു ത്രെറ്റായാൽ നമുക്ക് വിരോധമില്ല, പക്ഷെ നമുക്കൊരു ത്രെറ്റാകരുത് എന്നതായിരിക്കും നമ്മുടെ പ്രധാനപ്പെട്ട കാൽക്കുലേഷൻ. പക്ഷേ ഇന്ത്യയുടെ ആ ഒരു ചെറിയ നീക്കത്തെ പോലും തടയിടുന്നതിന് വേണ്ടിയിട്ടായിരിക്കുമോ ഈ പാക് ചൈന സാമ്പത്തിക ഇടനാഴി അഫ്ഗാനിലേക്ക് നീട്ടാനുള്ള ഒരു തീരുമാനം ചൈന എടുക്കുന്നത്? ഇല്ല, അവിടെയും നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്ന് ചൈന ലോകത്തെ വൻപിച്ച ഒരു സാമ്പത്തിക ശക്തിയാണ്. അവർക്ക് അവരുടെ എക്സ്പോർട്ട് ട്രേഡിലൂടെ ഒരുപാട് ഡോളറും ഫോറിൻ എക്സ്ചേഞ്ചും എല്ലാം അവർ സംഭരിച്ചിട്ടുണ്ട്. അവരുടെ കമ്പനീസ് ഡൊമസ്റ്റിക് മാർക്കറ്റും ഇൻ്റർനാഷണൽ മാർക്കറ്റിലും വളരെ വലിയ വിജയം കൊയ്തിട്ടുള്ള കമ്പനീസാണ്. അപ്പോൾ ഇത്രയും വലിയൊരു സാമ്പത്തിക ശക്തി അവരുടെ ഇക്കണോമിക് ഇൻഫ്ലുവൻസ് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ഫിനോമിനാണ്. ഇന്ത്യ സൗത്ത് ഏഷ്യയിൽ ഇന്ത്യയുടെ ഇക്കണോമിക് ഇൻഫ്ലുവൻസ് വർദ്ധിപ്പിക്കുന്ന പോലെ ചൈനയും എവിടെയൊക്കെ അവർക്ക് ഇക്കണോമിക് ഇൻഫ്ലുവൻസ് വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ അവിടെയെല്ലാം അവർ ഇക്കണോമിക് ഇൻഫ്ലുവൻസ് വർദ്ധിപ്പിക്കാനായി ശ്രമിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചൈന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എക്കണോമിക് കോറിഡോർ. അപ്പോൾ ഇത് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഉണ്ടായിട്ടുള്ളൊരു കാര്യമല്ല, നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ നടപടികളുമായി അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അതൊരു ഇന്ത്യ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ കോണ്ടെക്സ്റ്റിൽ ടാർഗറ്റ് ചെയ്യുന്നതായി നമുക്ക് കാണരുത്. നമ്മളും അതിനോട് പറഞ്ഞിട്ടുള്ള ഒരു ഒബ്ജക്ഷൻ, പ്രത്യേകിച്ചും ചൈന പാകിസ്ഥാൻ കോറിഡോറിനോട് പറഞ്ഞിട്ടുള്ള ഒബ്ജക്ഷൻ ഇത് കശ്മീരിലൂടെ പോകുന്നു എന്നുള്ളതാണ്. ചൈനയും പാകിസ്ഥാനും തമ്മിൽ സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനോട് നമുക്കെതിരില്ല, നമുക്കെതിരെ ഉണ്ടാകാനും സാധിക്കില്ല. അത് ഏത് രണ്ട് രാജ്യങ്ങൾക്ക് വേണമെങ്കിലും അവർ തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുവാൻ സാധിക്കും. പക്ഷേ അവർ ഉദ്ദേശിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് നമ്മളും പാകിസ്ഥാനും തമ്മിൽ ഡിസ്പ്യൂട്ടുള്ള കശ്മീരിലൂടെ പോയാൽ അതിൽ നമുക്കും ഒരു വോയിസ് ഉണ്ട്. നമ്മളോട് ചോദിക്കാതെ, നമ്മളോട് കൺസൾട്ട് ചെയ്യാതെ ആ ഏരിയയിൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന നിലപാടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് ചൈനയോട് പരാതി ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാതെ ഈ പ്രോജക്റ്റ് അനൗൺസ് ചെയ്തു എന്നതിനോടാണ്. ചൈന പാകിസ്ഥാൻ ബന്ധങ്ങൾ സാമ്പത്തികമായി ശക്തിപ്പെടുന്നതോടും അല്ല, അത് കശ്മീർ ഇഷ്യൂ അവിടെ വരുന്നത് കൊണ്ടാണ്, അത് കശ്മീർ ടെറിട്ടറിയിലൂടെ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് അതിനോട് എതിർപ്പുള്ളത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ജപ്പാനെ മറികടന്ന് 4ാം സ്ഥാനത്തേക്ക് ഇന്ത്യ പ്രവേശിച്ചു കഴിഞ്ഞു. ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മുന്നിലുള്ളത് ചൈനയാണ്. ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ സെനാറിയോയിൽ ഇന്ത്യയുടെ ഒരു പൊസിഷൻ എന്തായിരിക്കും? ഇന്ത്യയുടെ ഒരു ഭാവി ഇനി എന്താണ്? തീർച്ചയായും ഇന്ത്യ ലോകത്ത് ഉയർന്നു വരുന്ന ഒരു ശക്തിയാണ്. നമ്മുടെ സാമ്പത്തിക ശക്തി സ്റ്റഡിയായിട്ടും ഉയരുന്നുണ്ട്, ശക്തിപ്പെടുന്നുണ്ട്. എന്നാൽ ഇന്നും നമ്മളും ചൈനയും തമ്മിലുള്ള ദൂരം
വളരെ വലുതാണ്. GDP എടുത്താലും പെർ ക്യാപിറ്റ ഇൻകം എടുത്താലും ചൈന നമ്മളെക്കാൾ 4 ഇരട്ടി വലുതാണ്. ചൈനയുടെ യഥാർത്ഥ മത്സരം അമേരിക്കയായിട്ടാണ്. ചൈന അമേരിക്കയെ മറികടന്ന് ഒന്നാമത് ശക്തിയായി മാറുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. എന്തായിരുന്നാലും നമുക്ക് നമ്മുടെ പുരോഗതിക്ക് വേണ്ടി പരമാവധി ശ്രമിക്കേണ്ടതുണ്ട്, സ്വയം ശക്തിപ്പെടേണ്ടതുണ്ട്. ആ ശക്തിപ്പെടുന്നതോടൊപ്പം തീർച്ചയായും നമ്മുടെ ഒരു ജിയോ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും ശക്തിപ്പെടും. നമ്മൾ എന്തുകൊണ്ട് ഇന്ന് ലോകം ചൈനയെ ബഹുമാനിക്കുന്നു, എന്തുകൊണ്ട് ലോകത്തെ പല രാജ്യങ്ങളും ചൈനയുമായി അടുത്ത ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു, അവർ ഇത്രയും വലിയൊരു സാമ്പത്തിക ശക്തി ആയതുകൊണ്ട്. എന്തുകൊണ്ട് അവർക്ക് ചൈന, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞ് ഒരു ഇക്കണോമിക് കോറിഡോർ ഉണ്ടാക്കാൻ സാധിക്കുന്നു, എന്തുകൊണ്ട് അവർ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞൊരു ഇനിഷ്യേറ്റീവ് ഉണ്ടാക്കുന്നു, അവർക്ക് അതിനുള്ള പണമുണ്ട്. ആ പണം അവർക്ക് വിന്യസിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്കും അതുപോലെ നമ്മുടെ സാമ്പത്തിക ശക്തി വളരും തോറും നമ്മുടെ ഇൻഫ്ലുവൻസും ലോകത്ത് തീർച്ചയായും വർദ്ധിക്കും. ഒരു മൾട്ടിപോളാർ വേൾഡിലെ ഒരു പ്രധാനപ്പെട്ട പോൾ ഇന്ത്യ ആയിരിക്കും എന്നതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. പക്ഷെ നമ്മൾ ഇന്ത്യക്കാർ സ്വയം നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. അത് സാമ്പത്തിക ശക്തി ആയാൽ മാത്രം മതിയോ? GDP വളർച്ചയാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം? ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാർ കൂടുതൽ പണക്കാരാകുക എന്നതാണോ നമ്മുടെ ലക്ഷ്യം? നേരെ മറിച്ച് ഇന്ത്യയിലെ ഇന്നിക്വാളിറ്റി ഇല്ലാതാക്കുക എന്നുള്ളതാണോ നമ്മുടെ ലക്ഷ്യം? ഇന്ത്യ ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റി ആകുക, ഇവിടെ നിന്നും ദാരിദ്ര്യം ഇല്ലാതാക്കുക, വിദ്യാഭ്യാസവും ആരോഗ്യവും നമുക്ക് നമ്മുടെ രാജ്യത്തെ ഓരോ ദിക്കിലും ഓരോ വ്യക്തിക്കും എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? അത് ചെയ്യുന്നത് വരെ നമ്മൾ ഈ വലിയൊരു സാമ്പത്തിക ശക്തിയാണെന്ന് കൊട്ടിഘോഷിച്ചാൽ അത് ഇവിടുത്തെ പണക്കാരും വലിയ മുതലാളിമാരുമാണ് ആ സാമ്പത്തിക ശക്തിയുടെ പിന്നിൽ. ഇന്ത്യയിലെ സാധാരണക്കാരല്ല. ഇന്ത്യയുടെ സാധാരണക്കാർക്ക് നമ്മുടെ എക്കണോമിക് ഗ്രോത്തിൻ്റെ, എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടാകണം. ആ ഫ്രൂട്ട്സ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് അവർക്ക് എത്തുമ്പോഴേ ഇന്ത്യ ഒരു യഥാർത്ഥ സാമ്പത്തിക ശക്തിയായി മാറുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഇനിക്വാളിറ്റി അഡ്രസ്സ് ചെയ്യുക, രാജ്യത്തിനുള്ളിൽ നമുക്ക് വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ, ഇന്നും അറിയാം ഒരു മഴ ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രത്തോളം വെള്ളം കെട്ടും വെള്ളപ്പൊക്കവും എല്ലാം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നു എന്നുള്ളത്. ഇന്നും ഈ കേരളത്തിൽ തന്നെ ഒരു ഹൈവേ ഇടിഞ്ഞു വീണിരിക്കുകയാണ്. നമുക്ക് നല്ലൊരു നമ്മൾ സ്പേസിലേക്ക് റോക്കറ്റ് അയക്കുന്നു, എന്നാൽ ഹൈവേ നിർമ്മാണത്തിൽ ഇന്നും നമ്മൾ ആ ഒരു പെർഫെക്ഷൻ എത്തിയിട്ടില്ല. അതിന് പല കാരണങ്ങളുണ്ടാവും. നമ്മുടെ വെതർ ആയിരിക്കാം, നമ്മുടെ സോയിൽ കണ്ടീഷൻസ് ആയിരിക്കാം, നമ്മുടെ ഇൻഎഫിഷ്യൻസീസ് ഇൻ ഡിസൈൻ ആയിരിക്കാം, കറപ്ഷൻ ആയിരിക്കാം. എന്തായിരുന്നാലും നമ്മുടെ ഡൊമസ്റ്റിക് പ്രയോറിറ്റീസ് വളരെ വളരെ വലുതാണ്. ഇന്ത്യയെ പോലെ 1.4 crore ജനങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യത്ത് എന്നും നമ്മുടെ ഫോക്കസ് ഡൊമസ്റ്റിക് ഇക്കോണമിയിലായിരിക്കണം, ഡൊമസ്റ്റിക് പ്രയോറിറ്റീസിലായിരിക്കണം, ജനങ്ങളുടെ നന്മയിലായിരിക്കണം. നമ്മളൊരു ജിയോ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ലോകത്തുണ്ടാക്കുന്നതിനേക്കാൾ എത്രയോ പ്രധാനമാണ് ഇന്ത്യയിൽ നിന്നും ദാരിദ്ര്യം ഇല്ലാതാക്കുക. ഇന്ത്യയിൽ ഒരു കംപ്ലീറ്റ്ലി ഈക്വൽ സൊസൈറ്റി ഉണ്ടാക്കാൻ സാധിക്കില്ല എങ്കിലും നമ്മുടെ ഇന്ന് കഴിഞ്ഞ 10-15 വർഷങ്ങൾ എടുത്തു നോക്കിയാൽ, പ്രത്യേകിച്ചും കോവിഡ് കാലഘട്ടത്തിലെല്ലാം ഇന്ത്യയുടെ ഇനിക്വാളിറ്റി വളരുകയാണ് ചെയ്തത്. കോവിഡ് കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത് സാധാരണക്കാരാണ്. എന്നാൽ ഇന്ത്യയിലെ പണക്കാർ കൂടുതൽ പണക്കാരായി. അതിനെല്ലാം വളരെ വ്യക്തമായ സ്റ്റാറ്റിസ്റ്റിക്സ് അവൈലബിൾ ആണ്. അപ്പോൾ ആ പ്രവണതയെ കൗണ്ടർ ചെയ്യുകയും ഒരു കൂടുതൽ ഈക്വലായ സൊസൈറ്റി നിർമ്മിക്കുകയും, എല്ലാവർക്കും കേരളത്തെ പോലെ ഒരു സമൂഹത്തിൽ അഭ്യസ്ത വിദ്യരായ എത്രയോ ആൾക്കാർ തൊഴിലില്ലാതെ നിൽക്കുകയാണ്. ഒരുപാട് നമ്മൾ ഇന്ത്യ തന്നെ ഒരു വളരെ യങ് സൊസൈറ്റിയാണ്. അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാർക്ക് വളരെ വേഗതയിൽ മുന്നോട്ട് പോകുന്ന ടെക്നോളജിയുടെ ഒരു കാലഘട്ടത്തിൽ, റോബോട്ടിക്സിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും കാലഘട്ടത്തിൽ തൊഴിൽ എവിടെ നിന്നുണ്ടാകും, അവർക്ക് വേണ്ട തൊഴിലവസരങ്ങൾ നമ്മൾ എങ്ങനെ കണ്ടെത്തും എന്നുള്ള ഇങ്ങനെയെല്ലാമുള്ള ഡൊമസ്റ്റിക് ക്വസ്റ്റ്യൻസും ഡൊമസ്റ്റിക് ചാലഞ്ചസുമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി. ഈ ചാലഞ്ചസ് നമുക്ക് ഇഫക്റ്റീവായിട്ട് അഡ്രസ്സ് ചെയ്യാൻ സാധിച്ചാൽ ലോകം നമ്മളെ ഒരു സാമ്പത്തിക ശക്തിയായിട്ട് അംഗീകരിക്കുകയും നമുക്ക് വേണ്ട ലോകം നമ്മളെ അന്വേഷിച്ചു വരും. നമ്മൾ ജിയോ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് അന്വേഷിച്ച് മറ്റൊരു രാജ്യത്ത് പോകേണ്ടി വരില്ല. അവർ നമ്മളെ അന്വേഷിച്ച് വരും, അവർ നമ്മുടെ സഹായം തേടും. നമ്മൾ സ്വയം ഞാൻ വലിയ ആളാണെന്ന് പറയേണ്ട ആവശ്യമില്ല.
അവർ നമ്മൾ വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അവർ സ്വയം പ്രഖ്യാപിക്കും, പ്രചരിപ്പിക്കും. ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ നീങ്ങണം. ജിയോ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും എന്താണ് ലോകത്തെ ഒരു എക്കണോമിക് സ്റ്റേറ്റസും അബ്സ്ട്രാക്റ്റ് ഐഡിയാസ് അല്ല. അതിൻ്റെ പിന്നിൽ നമ്മുടെ ഡൊമസ്റ്റിക് ഇക്കോണമിയുടെ യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇന്നും പോവർട്ടി നിലനിൽക്കുന്ന, വളരെ പുവർ ഇൻഫ്രാസ്ട്രക്ചറുള്ള, ഹെൽത്തിലും എഡ്യൂക്കേഷനിലും എത്രയോ കൂടുതൽ മുന്നേറ്റം നടത്തേണ്ട ഒരു രാജ്യമാണ് നമ്മൾ. ആ പ്രയോറിറ്റീസിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്.